Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നമസ്കാരം. ബൈബിൾ ന്യൂസ് റീഡിംഗിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വിനിമോൾ ഷോൺ. പ്രധാന വാർത്തകൾ. ഹാബേലിന്റെ മരണ കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അധികൃത കെട്ടിടത്തിന്റെ പണി താൽക്കാലികമായി നിവർത്തിവെച്ചു. ഇസ്രയേലിന്റെ പുരോഹിതനെ ഏലി കഴുത്തൊടിഞ്ഞു മരിച്ചു. വസ്തുവിടപാടിൽ ബഷീർമാനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യ സംസ്കാരം നടത്തി. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മേത്താനി ദേവസ്വയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ ആൻഡ് വൈപി വാർഷികം ഇന്ന്. ഉദ്ഘാടനം വൈപി ഓർഗനൈസർ നിതിൻ ബാബു. കേന്ദ്ര ധനകാര്യമന്ത്രി യൂദ ഇസ്കറിയോത്ത് അന്തരിച്ച സംസ്കാരം നാളെ ഉച്ചയ്ക്ക്. തിന്മകളെന്ന് കൽപ്പിച്ച വൃഷഫല ദമ്പതികളെ സ്വർഗീയ കോടതിയിൽ ഹാജരാക്കി വിധി ഉടനെ. വാർത്ത വിശദമായി. ഹാബേലിന്റെ മരണ കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ജഡം ഹാബേലിന്റെ എന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ട ഹാബേലിന്റെ ജ്യേഷ്ഠൻ കയ്യിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായതെന്ന് പോലീസ് അറിയിക്കുന്നു. ജ്യേഷ്ഠനും അനുജനുമായ കയ്യും ഹാബേൽ സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം യഹോവയ്ക്ക് ഒരു യാഗം കഴിച്ചിരുന്നുവെന്നും ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ യാഗത്തിലായിരുന്നുവെന്നും അതേ തുടർന്ന് കയ്യിൽ മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും അടുത്ത ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. സംഭവ സ്ഥലത്ത് നിന്ന് ഹാബേലിന്റെ ചെരുപ്പും വസ്ത്രങ്ങളും കണ്ടെടുത്തു. 14 വർഷം കഠിന തടവും സ്വർഗീയ പ്രവേശന വിലക്കുമാണ് പ്രതിക്ക് ലഭിക്കാവുന്ന ശിക്ഷ. സ്വർഗീയ കോടതിയിലേക്ക് സമർപ്പിച്ച കേസ് ഇന്ന് പരിഗണിക്കും. അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. മുട്ടുവേദനയും സന്ധിവേദനയും അത്യുത്തമം. വർഷങ്ങളായി നടുവേദനയാൽ ഭാരപ്പെടുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ തൈലം എലമെന്റ്സ് ചാമ്പി തൈലം. എലമെന്റ്സ് ചാമ്പി തൈലം. എലമെന്റ്സ് വെൽനെസ് കോംബോ റേഡിയന്റ് ഗോ. കുയിൽക്കാന്തിയും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതിന് എലമെന്റ്സ് വാക്സിൻസ് കോംബോ റെസിഡന്റ് ഗോ. പ്രൊപ്പറേറ്റർ ഡെയ്സി ജോസ്. അനധികൃത കെട്ടിടത്തിന്റെ പണി താൽക്കാലികമായി നിവർത്തിവെച്ചു. സിനാർ ദേശത്തിലെ സമഭൂമിയിൽ പണിതുകൊടുത്ത ബാബൽ ടവറിന്റെ പണി സ്റ്റേ ചെയ്തു. ഏകദേശം 6 ലക്ഷം പേർ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ക്രമീകരിച്ച 120 കോടിയുടെ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. തൊഴിലാളികൾ തമ്മിലുള്ള വാക്ക് തർക്കങ്ങളാണ് ഈ പണിക്ക് തടസ്സമായിരുന്ന ആക്ഷേപം പരക്കെയുണ്ട്. ഒരേ ഭാഷയും ഒരേ സംസ്കാരവും എന്ന തൊഴിലാളികൾ പരസ്പരം മനസ്സിലാക്കാത്ത ഭാഷയിൽ സംസാരിക്കുന്നത് മൂലം ചെയ്യേണ്ട രീതിയിൽ പണി ചെയ്യാനാകുന്ന വിധം പോലെ തൊഴിലാളികൾ ആശങ്കയിലാണെന്നും എഞ്ചിനീയർ അറിയിച്ചു. അതേസമയം സ്വർഗീയ ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെയാണ് ഈ പണി നടന്ന് ആരോപിച്ച് സിനാർ ദേശത്തേക്ക് മാർച്ച് നടത്തി. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ഡിജി സംഭവ സ്ഥലത്ത് ചേരുന്നു. ഡിജി, എന്താണ് അവിടുന്ന് വിവരങ്ങൾ? മിനി, ഞാനിപ്പോൾ ഉള്ളത് അധികൃതമായി പണി നടന്നുകൊണ്ടിരിക്കുന്ന ബാബേൽ ടവറിന്റെ മുമ്പിലാണ്. ഈ ഗോപുരത്തിന്റെ പണി പാതി വഴി നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇഷ്ടിക എടുക്കാൻ പറയുമ്പോൾ കല്ലും മണ്ണെടുക്കാൻ പറയുമ്പോൾ ചാതുമാണ് തൊഴിലാളികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ടവറിന്റെ പണി സ്വകീയ ഗവൺമെന്റിന് യാതൊരുവിധ അനുമതിയും ഇല്ലാതെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയിപ്പ് ലഭിച്ചത്. ബാബേലിൽ നിന്നും ക്യാമറമാൻ സുനുവിനോടൊപ്പം ലിജി. നന്ദി ലിജി. ഇസ്രയേലിന്റെ പുരോഹിതനായ ഏലി കഴുത്തൊടിഞ്ഞു മരിച്ചു. ചില ദിവസങ്ങളായി നടന്ന ഇസ്രയേൽ ഫെലിസ്തീൻ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ തോൽവിയിലും തന്റെ മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും അറിഞ്ഞുടനെ 98 വയസ്സുള്ള പാസ്റ്റർ ഏലി കസരയിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിച്ചു മരിച്ചു. പുതിയ ശുശ്രൂഷകനായി പാസ്റ്റർ ഷമുവേൽ ഉടനെ ചാർജ് എടുക്കുമെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ അറിയിച്ചു. വസ്തു ഇടപാടിൽ പരിശുദ്ധമാവിനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ദാരുണാന്ത്യം സംസ്കാരം നടത്തി. വിവാദമായ വസ്തു ഇടപാടിൽ പരിശുദ്ധമാവിനെ കബളിപ്പിച്ച അനനിയാസിന്റെയും സഫീറുടെയും കള്ളത്തരം അപ്പോസ്തല വൃത്തം കൈയോടെ പിടിച്ചു. വസ്തു വിറ്റ് കിട്ടിയ മുഴുവൻ തുകയും ഇവർ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ തുകയിൽ വൻ അട്ടിമറി നടത്തി ബാക്കി തുക മാത്രം ഡെപ്പോസിറ്റ് ചെയ്യാനെത്തിയപ്പോഴാണ് ഇവർക്ക് പിടിക്കപ്പെട്ടത്. പരിശുദ്ധമാവിനെതിരെ വ്യാജം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇവർ കുഴിഞ്ഞു വീണ് മരിച്ചു. പിന്നീട് ചില യുവാക്കൾ ചേർന്ന് ഇവരുടെ സംസ്കാരം നടത്തി. അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തയിലേക്ക് മടങ്ങി. റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. മാസം പല്ല് തേച്ചാലും തീരാത്ത ടൂത്ത് പേസ്റ്റ്.
റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മേഴ്സി ജോസ് പട്ടോള. റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ് മാസങ്ങളോളം പല്ല് തേച്ചാൽ തേച്ചിലെങ്കിലും തീരാത്ത ടൂത്ത് പേസ്റ്റ്. റെഡ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക മേഴ്സി ജോസ് പട്ടോള. സിയോൺ അലുമിനിയം ഫാബ്രിക്കേഷൻ പ്രൊപ്രൈറ്റർ ഡിമിറ്റ് ബാബു. വെച്ച കട്ടള ഇളക്കി കൊടുത്തു, ഇളക്കി കട്ടള വെച്ചു കൊടുത്തു. വല്ലപ്പുള്ളി, ചാലാപ്പള്ളി, ഇഴമ്പറ്റൂർ പ്രദേശങ്ങളിൽ വൈവിധ്യമാർന്ന കബോർഡുകൾ, അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകൾ മിതമായും അന്യായ വിലയ്ക്കും ചെയ്തു കൊടുക്കുന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ മേത്താനം ദേവസഭയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ ആൻഡ് വൈ പി വാർഷിക വിരുന്ന് ഉദ്ഘാടനം വൈ പി ഓർഗനൈസർ നിബിൻ ബാബു. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ മേത്താനം ദേവസഭയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ സ്കൂൾ ആൻഡ് വൈ പി വാർഷിക വിരുന്ന് മേത്താനത്ത് വെച്ച് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ അനി ചേരുന്നു. അനി, എന്താണ് അവിടെ നിന്ന് വിവരങ്ങൾ? ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞോ? ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് എങ്ങനെയായിരുന്നു? മിനി, ഞാനിപ്പോൾ മേത്താനത്താണ് ഉള്ളത്. വാർഷികമൊക്കെ വളരെ ഭംഗിയായി തുടരുകയാണ്. ഇന്ന് കാലാവസ്ഥ അനുകൂലമാണ്. ഭക്ഷണ ക്രമീകരണമൊക്കെ വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു. സാമ്പാർ നാടവായിക്കുന്നിൽ നിന്ന് ജിൻസിയും, തോരൻ മേത്താനിൽ നിന്ന് ശ്യാമള ജോയിയും, അച്ചാർ മോസ്കോ പടിയിൽ നിന്ന് ദൈവദാസിയും, മീൻകറി മേത്താനിൽ നിന്ന് സുസമ ബാബുവാണ് കൊണ്ടുവരുന്നത്. അനി, നമുക്ക് അവിടെ നിന്ന് വേറെ വിവരം ലഭിച്ചത് ഈ വാർഷികം നന്നായി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് അവിടുത്തെ ദേവദാസൻ, അവിടുത്തെ ഹെഡ്മാസ്റ്ററെയും മറ്റു ഭാരവാഹികളെയും വളരെ സമ്മർദ്ദം ചെലുത്തിയെന്നൊക്കെ അറിഞ്ഞു. അതിനൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ പറയാൻ പറ്റുമോ? കൂടുതൽ വിവരങ്ങൾക്കായി നമ്മളിവിടെ സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്ററുടെ